നമ്മുടെ ഉള്ളിലെ ആ എറ്റേണൽ പവർ വർദ്ധിപ്പിക്കാനുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള മെഡിറ്റേഷൻസ് ആണ് ക്രിയായോഗ. ക്ഷേത്രം മനുഷ്യൻ്റെ രൂപത്തിലാണ്. പ്രാണശക്തിയെക്കുറിച്ച് എന്ന് വിജ്ഞാനം ഉണ്ടായോ അന്നത്തെ കാലം മുതൽ ഇത് എല്ലാവരും ചെയ്യുന്നതാണ്. എന്താണോ പ്രപഞ്ചം അത് തന്നെയാണ് നമ്മൾ. നമസ്കാരം മാം. നമസ്കാരം. നമ്മൾ കേരള ജനത കണ്ടിട്ടുള്ള ഒരു സൂപ്പർ നാച്ചുറൽ മനുഷ്യൻ എന്ന് പറയുന്നത് കടമറ്റത്ത് കത്തനാരായിരിക്കും. ഈ റേക്കി ഹീലിംഗ് അല്ലെങ്കിൽ ഹീലേഴ്സൊക്കെ കൂടുതലായി പറഞ്ഞു കേൾക്കുന്നൊരു കാര്യമാണ് ഈ അമാനുഷികമായി എന്ന് വെച്ചാൽ നടക്കില്ല എന്ന് വിചാരിക്കുന്ന ചില കാര്യങ്ങൾ അവർ ചെയ്യുമ്പോഴാണ് അവർ സൂപ്പർ നാച്ചുറൽ മനുഷ്യരാകുന്നത്. മാറാ രോഗങ്ങളിൽ നിന്നും തിരിച്ചു കൊണ്ടുവരാൻ വൈദ്യശാസ്ത്രം പോലും ഒഴിവാക്കിയ അല്ലെങ്കിൽ വിശ്വാസം നഷ്ടപ്പെട്ട കേസുകളൊക്കെ തിരിച്ചു കൊണ്ടുവരാം. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് കടമറ്റത്ത് കത്തനാരെയും അങ്ങനെ ഒരു ഹീലർ, സൂപ്പർ നാച്ചുറൽ മനുഷ്യൻ എന്നൊക്കെ വിളിക്കാമല്ലോ. അതേപോലെ ആണോ ഈ റേക്കി ഹീലിംഗിൽ? തീർച്ചയായിട്ടും. ഇപ്പോൾ കടമറ്റത്ത് കത്തനാർ മാത്രമല്ലല്ലോ, യേശു ക്രിസ്തു തൊട്ടസുഖം മാറ്റിയത് നമ്മൾ വായിച്ചിട്ടുണ്ട്. ശ്രീനാരായണ ഗുരു തൊട്ടസുഖം മാറ്റിയത് നമ്മൾ വായിച്ചിട്ടുണ്ട്. വിവേകാനന്ദൻ അദ്ദേഹത്തിൻ്റെ വിവേകാനന്ദ സാഹിതി സംഗ്രഹം എന്ന് പറഞ്ഞ പുസ്തകത്തിൽ ഈ ഹീലിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്. പ്രാണശക്തി ഹീലിങ്ങിനെ കുറിച്ച്. അദ്ദേഹം റേക്കി പഠിച്ചിട്ടൊന്നും അല്ലല്ലോ. അപ്പോൾ പ്രാണശക്തിയെക്കുറിച്ച് എന്ന് വിജ്ഞാനം ഉണ്ടായോ അന്നത്തെ കാലം മുതൽ ഇത് എല്ലാവരും ചെയ്യുന്നതാണ്. കാരണം അത് പ്രാക്ടീസ് ചെയ്യുന്നവർ, അതായത് യോഗയോ പ്രാണായാമോ മെഡിറ്റേഷനോ ക്രിയായോഗയോ തന്ത്രമോ ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് ഇപ്പോഴുള്ളതിനേക്കാളും പവർഫുള്ളാകും നമ്മളുടെ ബോഡി. കാരണം പ്രപഞ്ചം തന്നെയാണ് ഈ ശരീരം. മൈക്രോ ആൻഡ് മാക്രോ. അത് മൈക്രോ ആണെന്നേ ഉള്ളൂ, ഇത് മൈക്രോ ആണ്. കാരണം രണ്ടും ഒന്ന് തന്നെയാണ്. നമ്മളതിനെ നമ്മുടെ ശാസ്ത്രത്തിൽ പറയും യഥാ ബ്രഹ്മാണ്ഡേ തഥാ പിണ്ടാണ്ഡേ. എന്താണോ പ്രപഞ്ചം അത് തന്നെയാണ് പിണ്ടം, പിണ്ടാണ്ഡം വെച്ചാൽ പിണ്ടം. നമ്മൾ സൃഷ്ടിക്കപ്പെട്ട എന്തും പിണ്ടാണ്ഡം എന്നറിയപ്പെടുന്നു. അത് ബ്രഹ്മാണ്ഡം. അണ്ഡം എന്ന് പറയാൻ കാരണം ഓവൽ ഷേപ്പിലാണ് ഈ പ്രപഞ്ചത്തെ കാണുന്നത്. എല്ലാ ഗ്രഹങ്ങളെയും എല്ലാത്തിനെയും ഓവൽ ഷേപ്പിലാണ് കാണുന്നത്. നമ്മളെയും നമ്മുടെ അണ്ഡത്തെയും ഒക്കെ ഓവൽ ഷേപ്പിലാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അണ്ഡം എന്ന് പറയാൻ കാരണം. അപ്പോൾ എന്താണോ പ്രപഞ്ചം അത് തന്നെയാണ് നമ്മൾ. പ്രപഞ്ചത്തിൻ്റെ തന്നെ ഒരു മിനിയേച്ചർ രൂപമാണ് നമ്മൾ. മനുഷ്യൻ മാത്രമല്ല കേട്ടോ, ഓരോ ഉറുമ്പും ഓരോ ജീവജാലങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മളിലെല്ലാം പ്രപഞ്ചത്തോളം കഴിവ് അല്ലെങ്കിൽ ശക്തി നമ്മുടെ ഉള്ളിൽ ഉണ്ട്. പക്ഷെ നമ്മളത് പഠിക്കണില്ല എവിടെയും. നമ്മുടെ ഈ മോഡേൺ സയൻസിൻ്റെ ഒരു രീതിയിലാണ് നമ്മുടെ വിദ്യാഭ്യാസം എല്ലാം. അതുകൊണ്ട് തന്നെ നമ്മൾ അതൊന്നും അറിയാത്തത് കൊണ്ടാണ്. പക്ഷേ യോഗശാസ്ത്രം മുതൽ ഇങ്ങോട്ട് പഠിക്കുമ്പോഴാണ് അതിനെക്കുറിച്ചുള്ള അറിവ് നമുക്ക് കിട്ടുന്നത്. അതെല്ലാവരും പഠിക്കണില്ലല്ലോ. അതുകൊണ്ടാണ് പഠിക്കാത്തവർക്ക് ഈ സംശയം വരുന്നത്. പക്ഷെ അതിലേക്ക് കൂടുതൽ ഇറങ്ങി ചെല്ലുമ്പോൾ മനസ്സിലാവും, അത് ചെയ്യുമ്പോൾ നമ്മളിലുണ്ടാവുന്ന മാറ്റം, നമ്മൾക്കുണ്ടാവുന്ന പവറൊക്കെ കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും. അത് ചെയ്ത എല്ലാവർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റും. അത് ചെയ്യാത്തവർക്കാണ് ഈ സംശയം വരിക. ഇപ്പോൾ തന്ത്രശാസ്ത്രം എന്ന് പറയുമ്പോൾ ഊർജ്ജതന്ത്രമാണ്, പ്രാപഞ്ചിക ഊർജ്ജതന്ത്രം. അപ്പോൾ ഈ പറഞ്ഞ ക്യാരക്ടേഴ്സൊക്കെ, ഈ പറഞ്ഞ കടമറ്റത്ത് കത്തനാറാണെങ്കിലും ശ്രീനാരായണ ഗുരു ആണെങ്കിലും ബാക്കി രണ്ട് ആൾക്കാരെ സംബന്ധിച്ച് ഇപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ഒക്കെ കാര്യം, യേശുക്രിസ്തു ക്രിയായോഗ പ്രാക്ടീസ് ചെയ്യുന്ന ആളാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇവരൊക്കെ ഈ പറഞ്ഞ ഇതെല്ലാം പ്രാക്ടീസ് ചെയ്താണ് ഇവർക്ക് ഈ പറഞ്ഞ ശ്രീനാരായണ ഗുരു മെഡിറ്റേഷൻ ധ്യാനമൊക്കെ ചെയ്യുന്ന ആളായിരുന്നു. എഴുതിയ ബുക്കുകൾ വായിച്ചാൽ നമുക്കറിയാമല്ലോ. ആള് തന്ത്രശാസ്ത്രവും യോഗശാസ്ത്രത്തിലൊക്കെ പറയുന്ന ആ മഹാ കാര്യങ്ങളെ അദ്ദേഹം വളരെ ലളിതമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെല്ലാവരും പറയുന്നൊരു കാര്യമാണ്, നമ്മൾ നാമം ജപിച്ചിട്ടുള്ളതാവാം, പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭോ. ഈ പടിയാറ് മൂലാധാരം മുതൽ ആജ്ഞചക്രം വരെയുള്ള 6 ചക്രങ്ങളാണ്. 6 ചക്രങ്ങൾ കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും. സഹസ്രാരത്തിലെത്തുമ്പോൾ ശിവമായിട്ട് സംയോഗം. ആ ശിവശക്തി സംയോഗത്തെക്കുറിച്ച്, ഇത് ശക്തിയും ഇത് ശിവവും, ഈ ശിവശക്തി സംയോഗത്തെക്കുറിച്ചാണ് ആ 2 വരിയിൽ ഒതുക്കിയിട്ടുള്ളത്. ഇത് നമ്മളതിൻ്റെ അർത്ഥമൊന്നും മനസ്സിലാക്കാതെ നമ്മളിങ്ങനെ നാമം ജപിക്കും. അപ്പോൾ ഈ ശാസ്ത്രങ്ങളൊക്കെ പഠിച്ചപ്പോഴാണ് എനിക്കും അത് മനസ്സിലായത്. അപ്പോൾ അത്രയും കാര്യങ്ങളെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മളത് പഠിക്കുന്നില്ല, പ്രാക്ടീസ് ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. ഇപ്പോൾ യോഗ ആസനങ്ങൾ ചെയ്യുമ്പോൾ പോലും നമുക്കുണ്ടാവുന്ന മാറ്റം അത് ചെയ്ത് നോക്കിയാലേ അത് മനസ്സിലാവുകയുള്ളൂ. പിന്നെ പ്രാണായാമം മെഡിറ്റേഷനൊക്കെ ചെയ്യുമ്പോൾ അത് വീണ്ടും പവർഫുള്ളാവും. ക്രിയായോഗ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലെ ആ എറ്റേണൽ പവർ വർദ്ധിപ്പിക്കാനുള്ള വളരെ പവർഫുള്ളായിട്ടുള്ള മെഡിറ്റേഷൻസ് ആണ് ക്രിയായോഗ. തന്ത്രശാസ്ത്രം എന്ന് പറയുമ്പോൾ പ്രപഞ്ച ശക്തിയെ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. ക്ഷേത്രമൊക്കെ അങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ക്ഷേത്രം മനുഷ്യൻ്റെ രൂപത്തിലാണ്. നമ്മളുള്ളിൽ ചെയ്യേണ്ട പൂജകളാണ് ക്ഷേത്രത്തിനുള്ളിൽ ചെയ്യുന്നത്. അവിടെ എനർജി ഉണ്ടാക്കിയിട്ട് നമ്മളതിനെ സാധാരണ ജനങ്ങൾ ആ എനർജീനെ സ്വീകരിക്കുന്നു. പക്ഷേ യോഗികൾ എന്തുകൊണ്ട് ക്ഷേത്രത്തിൽ പോണില്ല? യോഗികൾ ആ
ഉള്ളിൽ ആ പൂജകൾ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ തന്ത്ര സാധകരായിട്ടുള്ള നമ്മളും ആ പൂജകളെല്ലാം ഉള്ളിൽ ചെയ്യുന്നുണ്ട്. ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കണം, അവിടെ പോയിട്ട് ദൈവത്തോട് പറയണം എന്നൊന്നുമില്ല. നമ്മളിപ്പോൾ തന്ത്രദീക്ഷ കിട്ടിയവർക്ക് യൂണിവേഴ്സിനോട് നേരിട്ട് പറയാം. നമുക്ക് എന്താണോ നേട്ടങ്ങൾ, ആഗ്രഹം ഉള്ളത്, അല്ല അച്ചീവ് ചെയ്യേണ്ട ഗോൾ ഉള്ളത്, നമുക്കത് യൂണിവേഴ്സിനോട് നേരിട്ട് പറഞ്ഞാൽ മതി. ഈ പ്രാർത്ഥിക്കണ്ട. പറഞ്ഞ ആൾക്കാരൊക്കെ അത്രയും ഈ പറഞ്ഞ സഹസ്ര ചക്രങ്ങളൊക്കെ കടന്ന ആ ഒരു ഡിവൈനിറ്റിയിൽ എത്തിയ മനുഷ്യരാണ്. അതെ അതെ അതെ, അവർ ചെയ്യുന്ന മാർഗങ്ങൾ വേറെ ആവാം, പക്ഷേ അങ്ങനെ ഒരു ലെവലിൽ എത്തിയവർക്കാണ് ഇത് സാധിക്കുക. എനർജി കൂടുതലുള്ള തലത്തിൽ നിന്നും കുറഞ്ഞ തലത്തിലേക്ക് നമുക്ക് കൊടുക്കാം. നമ്മളത് വേണം. നമ്മളിങ്ങനെ വളരെ ക്ഷീണിതനായിരുന്നിട്ട് നമുക്കൊരാൾക്ക് കൊടുക്കാൻ പറ്റില്ല. തന്ത്രദീക്ഷയിലൂടെ നമുക്ക് പിന്നെ യന്ത്രവും മന്ത്രവും ഒക്കെ കിട്ടുന്നു. അതിലൂടെ നമുക്ക് യൂണിവേഴ്സ് പവറിനെ എടുക്കാനും അതിനെ ആംപ്ലിഫൈ ചെയ്ത് കൊടുക്കാനും നമുക്ക് സാധിക്കും. അത് നമ്മൾ പറഞ്ഞാലത് മനസ്സിലാവില്ല, നമ്മളത് അനുഭവിച്ച് തന്നെ അറിയണം. എന്തുകൊണ്ട് സയൻറ്റിസ്റ്റുകളും, എൻ്റെ അടുത്ത് പല സയൻറ്റിസ്റ്റുകളും മോഡേൺ സയൻസ് പഠിച്ച എത്രയോ ഡോക്ടർമാരും മറ്റ് പല രംഗങ്ങളിലും ഇപ്പോൾ എഞ്ചിനീയർമാരുണ്ടാവും, അഡ്വക്കേറ്റുമാരുണ്ടാവും, അല്ലെങ്കിൽ വിദ്യാഭ്യാസ രംഗത്ത് AEO മുതലുള്ള അങ്ങനെയുള്ള എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാരും റെക്കി എടുത്തിട്ടുണ്ട്. സാധാരണക്കാരോ വിദ്യാഭ്യാസം ഇല്ലാത്തവരോ അല്ല ഇത് പഠിക്കാൻ വരുന്നവർ. അങ്ങനെയുള്ളവരും വരും. വിദ്യാഭ്യാസം വേണമെന്നില്ലല്ലോ വിവരം ഉണ്ടാവാൻ. അപ്പം അങ്ങനെയുള്ളവരും ഉണ്ട്. പക്ഷേ ഏറ്റവും ഹൈ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാണ് കൂടുതലും റെക്കി എടുത്തിട്ടുള്ളത്. പല രാജ്യങ്ങളിൽ നിന്നും അതിന് വേണ്ടി വരും. കാരണം അത് മനസ്സിലാകാനുള്ള കഴിവുള്ളത് കൊണ്ടാണ് അവരാ വരുന്നത്. ഇപ്പോൾ ചില ഹീലേഴ്സൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇവർക്ക് ഈ പറഞ്ഞ ഡിവൈൻ സോളുകൾ എന്ന് വിളിക്കപ്പെടുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ, മദർ തെരേസ, ഈ പറഞ്ഞ ശ്രീനാരായണ ഗുരു, യേശു ക്രിസ്തു, ഇവരൊക്കെ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന്. അങ്ങനെ കണക്ട് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ നമ്മുടെ ചക്രങ്ങളൊക്കെ ഉയർത്തി നമ്മളും ആ ഒരു ഡിവൈനിറ്റിയിലെ ആ തലങ്ങളിലേക്ക് നമ്മൾ ഉയർന്നു നിൽക്കണം. ഈ പറഞ്ഞ എനർജി കൂട്ടുന്നൊരവസ്ഥയുണ്ടല്ലോ, അപ്പോൾ ആ ഒരു എനർജി കൂട്ടി ഇവർക്ക് ഉണ്ടായിരുന്ന അതേപോലെ തന്നെ നമ്മളും ആ തലങ്ങളിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ ഈ സോളുകളുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ പറ്റുമായിരിക്കും. എനിക്കിപ്പോൾ അങ്ങനെയുള്ള താല്പര്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ ശ്രമിച്ചിട്ടില്ല. നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് പറയാൻ പറ്റില്ല. ഞാനങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ല. ഞാനങ്ങനെ എത്താൻ വേണ്ടി ശ്രമിച്ചിട്ടില്ലല്ലോ. അത് മറ്റുള്ളവർ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ അവർക്കിങ്ങനെ സാധിച്ചു എന്നുള്ളത് അവർക്കേ പറയാൻ പറ്റുള്ളൂ. അതൊരു ആവശ്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം ഞാനിതിനെ ഉപയോഗിക്കുന്നത്, എനിക്ക് ആത്മീയത ഇഷ്ടമാണ്. എൻ്റെ പിന്നെ ഇത്തരം ശാസ്ത്രങ്ങളോട് എനിക്ക് പാഷനായിരുന്നു. അതുകൊണ്ട് ഞാൻ പഠിച്ചു, സാധനകൾ ചെയ്യുന്നു. ഇത് ഞാനൊരു ഡോക്ടറാണല്ലോ. അപ്പോൾ എൻ്റെ രോഗികൾക്ക്, എൻ്റെ അടുത്ത് വരുന്നവർക്കൊക്കെ അതെങ്ങനെ അവർക്ക് ഉപകാരപ്പെടുന്ന വിധത്തിൽ അതിനെ ഉപയോഗിക്കാം എന്നാണ് ഞാൻ നോക്കുന്നത്. എങ്ങനെ മറ്റുള്ളവരെ കൂടി ഇത് പഠിപ്പിക്കാം എന്നാണ് ഞാൻ നോക്കുന്നത്. ഒരു വ്യക്തി നന്നാകുമ്പോൾ ഒരു കുടുംബം നന്നാവും. അങ്ങനെ പല കുടുംബങ്ങൾ നന്നാകുമ്പോൾ ഒരു സമൂഹം നന്നാവും. സമൂഹം നന്നാകുമ്പോൾ രാജ്യം നന്നാവും. ഈ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മൾ ഈ പ്രപഞ്ചമാകുന്ന അമ്മയുടെ ഉള്ളിൽ കിടക്കുന്ന മക്കളാണ് നമ്മൾ. ശ്വാസത്തിലൂടെ നമ്മളെല്ലാവരും ഒരേ ശ്വാസത്തിലൂടെ ബന്ധിതരാണല്ലേ. ഓരോരുത്തർക്കും പ്രത്യേകം ഗ്യാസിൻ്റെ ട്യൂബൊന്നും കൊടുത്തിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെ പ്രപഞ്ചത്തിൻ്റെ മക്കളാണ് നമ്മളെല്ലാവരും. അപ്പോൾ രാജ്യഭേദമോ ജാതിഭേദമോ മതത്തിൻ്റെ ഭേദമോ ഒന്നും നമ്മുടെ തമ്മിലില്ല. അതാണ് അഹം ബ്രഹ്മാസ്മി, തത്വമസി എന്ന്, അയം ആത്മാ ബ്രഹ്മ എന്നുള്ള വാക്കുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്ന അതാണ്. ആ ഒരു അറിവ് നമ്മൾക്ക് കിട്ടുമ്പോൾ, അറിവാണത്, മനസ്സിലാക്കലല്ല. അത് നമ്മൾ അറിയണമെങ്കിൽ ഇത് സാധനകൾ ചെയ്യണം. നമ്മുടെ ഉള്ളിലാണ് ആ ട്രാൻസ്ഫോർമേഷൻ നടക്കേണ്ടത്. ഇപ്പോൾ സാധാരണ എല്ലാവരും ഒരു ഭൗതിക തലത്തിലാണ് നിൽക്കുന്നതെങ്കിൽ അത് ചക്രങ്ങളിൽ തന്നെയാണ് അതിൻ്റെ സാധനകൾ. അപ്പോൾ ഭൗതിക തലത്തിലാണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ മാനുഷിക തലത്തിലേക്കും ഈശ്വരീയമായ ആധ്യാത്മിക തലത്തിലേക്കും നമ്മൾ ഉയരണം. അങ്ങനെ ഉയർന്നാലാണ് അവരൊരു സമ്പൂർണനായ ഒരു മനുഷ്യനായി മാറുന്നത്. പ്രപഞ്ചത്തോളം അല്ലെങ്കിൽ ഈശ്വരനോളം ഉയരുക നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ്. ഈശ്വരൻ എന്ന് പറയുമ്പോൾ പ്രപഞ്ചശക്തി. ആ പ്രപഞ്ചശക്തിയുടെ കഴിവുകൾ നമ്മുടെ ഉള്ളിലുണ്ട് എങ്കിൽ, പറഞ്ഞില്ലേ പ്രപഞ്ചത്തിൻ്റെ തന്നെ മിനിയേച്ചർ രൂപമാണ് നമ്മളെന്ന് പറഞ്ഞില്ലേ, ആ ശക്തി മുഴുവൻ നമ്മുടെ ബ്രെയിനൊക്കെ അപാരമായ കഴിവുകളുള്ളതാണ്. ബ്രെയിനിനെ കുറിച്ചും പൂർണ്ണമായി ഇതുവരെ പഠിച്ചു കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അത്രയും പവർ നമ്മുടെ ഉള്ളിൽ, മൂന്നിലൊരു ഭാഗം മാത്രമേ മൂന്നിലൊരു ഭാഗം പോലുമില്ല എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും സെൽസേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ മുഴുവൻ ഉപയോഗിച്ചാൽ എന്താവും? അപ്പോൾ അങ്ങനെ ഉള്ള നമ്മൾക്ക് ആ പവർ കൂടുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല. അപ്പം അങ്ങനെ ഓരോരുത്തരും അതിലേക്ക് വരട്ടെ എന്നാണ് നമ്മളെപ്പോലുള്ളവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത് കൂടുതൽ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യവും.
ഇതൊരു അന്ധവിശ്വാസമോ ദൈവമായിട്ട് നമ്മൾ ഈ സാധാരണ പറയപ്പെടുന്ന ദൈവം എന്നുള്ള രീതിയിലുള്ള ജാതി മതത്തിലൊന്നും പെടുന്നൊന്നും അല്ല ഈ ശാസ്ത്രം. ഇത് ശരിക്കും പ്രാപഞ്ചിക ഊർജ്ജതന്ത്രമാണ്, ഊർജ്ജതന്ത്ര. ഇതിനകത്ത് കെമിസ്ട്രി ഉണ്ട്, ഫിസിക്സും ഉണ്ട്, ബയോളജി ഉണ്ട്. ഓക്കെ.